ഈ തെരുവിൽ എനിക്കൊരു പേരായി. ഇതൊക്കെ എത്രയോ ചെറിയ കാര്യം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. നീ എന്റെ അടുത്ത് വരാൻ എന്റെ ഇത്ര വൈകിയത്? മുകുന്ദ, ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. അതാണ്. നിനക്ക് എന്റെ പേരിൽ ഒരു അഭിമാനം തോന്നുന്നുണ്ടല്ലേ? എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? എനിക്ക് വേണ്ടി നീ ഒരു എസ്ഐയുടെ മകനായിട്ട് അഭിനയിക്കണം. അല്ലാതെ നിവൃത്തിയില്ല. എനിക്കൊരുത്തൻ കുറച്ച് രൂപ തരാനുണ്ട്. സത്യത്തിൽ അത് വാങ്ങിക്കാൻ കൂടിയാണ് ഞാനിവിടെ വന്നത്. എന്നിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവൻ ആളല്പം പിരിലൂസാ. ഞാൻ രൂപ കൊടുത്തത് അവനിപ്പോ ഓർമ്മയില്ലത്രേ. ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാൻ അവന്റെ മർമ്മത്ത് കയറി അങ്ങ് പിടിച്ചു. എന്ന് വെച്ചാൽ അവൻ ഈ ലോകത്ത് ഒരേ ഒരു പേടി പോലീസുകാരെയാണ്. ഞാൻ അവനോട് പറഞ്ഞു, ഇവിടുത്തെ എസ്ഐയുടെ അടുത്ത് ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്, കാശ് തന്നില്ലെങ്കിൽ പിടിച്ചകത്താക്കുമെന്ന്. അവൻ വരണ്ടു. അപ്പോ നീ ഇവിടുത്തെ എസ്ഐയുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലല്ലേ? അങ്ങനെ ഒരു എസ്ഐ എനിക്കിവിടെ ഇല്ലല്ലോ. അപ്പൊ ആ എസ്ഐ ആയിട്ട് ഞാൻ അഭിനയിക്കണം? എസ്ഐയുടെ മകനായിട്ട് അഭിനയിച്ചാ മതി. അച്ഛനോട് പറഞ്ഞ് കേസ് പിൻവലിപ്പിക്കണമെന്നും പറഞ്ഞ് അവൻ വരും. നിന്റെ അവൻ കാശും തരും. അത്രേ ഉള്ളൂ. ഞാൻ അഭിനയിക്കാം. നല്ലതുപോലെ ഒന്ന് വരട്ടിയേക്കണം. അപ്പോ ഞാൻ ഓഫീസിൽ വിളിച്ചോണ്ട് വരാം. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ. എത്ര മണിക്കാണ് വരാൻ പറഞ്ഞിരുന്നത്? 10:30 സാർ. ഇപ്പോഴെത്രയായി? 10:30 കഴിഞ്ഞതേ ഉള്ളൂ. നോ, 10:33 അത് ശരിയാ. ഏത് ശരി? 10:30 എന്ന് പറഞ്ഞാൽ 10:30 ആയിരിക്കണം. വെറും 3 മിനിറ്റല്ലേ സാർ? 3 മിനിറ്റിന് വിലയില്ലേ? ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടി ഒരു നഗരം കത്തി നശിക്കാൻ 1 മിനിറ്റ് മതി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. യെസ് സാർ. വേറൊരു കാര്യം, കാശ് കൊടുക്കുക എന്നല്ലാതെ ഒരക്ഷരം ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ജോലി പോയിട്ട് ജോ എന്ന് പോലും മിണ്ടരുത്. ആള് മഹാദേശക്കാരനാ. അല്ല, ഒരാഴ്ചയ്ക്ക് ഞാൻ ജോലി കിട്ടും അല്ലേ സാർ? കിട്ടുമെന്ന് ഒരു തവണ പറഞ്ഞതല്ലേ. ഇനി അഥവാ ഇത്തിരി വൈകിപ്പോയാലും ഈ ഓഫീസറെ ശല്യം ചെയ്യരുത്. ഓക്കെ? യെസ് സാർ. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നമസ്കാരം. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എങ്കിൽ തന്നിട്ട് പോയിക്കോളൂ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒരാഴ്ചക്കാവും. ഒരക്ഷരം മിണ്ടി പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി സാർ. വരട്ടെ. പോയിക്കോളൂ. പോലീസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഈ ജന്മത്തിൽ കാശ് കിട്ടില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ, മനോഹരമായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവൻ ചിലപ്പോ ഇനിയും വരും കേസ് പിൻവലിച്ചോന്നറിയാൻ. മൈൻഡ് ചെയ്യണ്ട. വല്ല പിച്ചും പേയും പറഞ്ഞാൽ തന്നെ നീ ശ്രദ്ധിക്കണ്ട. വല്ല വട്ടനല്ലേ പാവം. കാശ് എടുത്തപ്പോ തന്നെ ഒരു കള്ള ലക്ഷണം. നീ ശ്രദ്ധിച്ചു അല്ലേ? അതെ അതെ. അപ്പോ എനിക്കിന്നൊരു കൂടിക്കാഴ്ചയുണ്ട്. നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ? പാവം, ഇത്ര ചെറുപ്പത്തിലേ വട്ടായിപ്പോയല്ലോ. കഷ്ടം. ഇനി 1 മാസത്തിനകം വെള്ളത്തിന്റെ ഏർപ്പാട് ശരിയാകുന്ന വിശ്വം പറയുന്നത്. ആ കുമാരൻ നായർ നിങ്ങളും കൂടെ എന്തെല്ലാം അഭ്യാസങ്ങളാ കാണിച്ചത്? എന്നിട്ട് വല്ലതും നടന്നോ? കണക്ഷൻ തരാൻ ഇത്രയും വൈകിയതിനെ മന്ത്രി ഈ കൊച്ചിനോട് ക്ഷമ ചോദിച്ചു അത്രേ. മുകുന്ദനെ പോലൊന്നും അല്ല ഇവൻ. എന്തൊരു ചൊണയ സാമർഥ്യ. എന്തായാലും മുകുന്ദന്റെ സുഹൃത്തായതുകൊണ്ടല്ലേ അവൻ ഇവിടെ വന്നതും ഇതെല്ലാം ചെയ്യുന്നതും. അല്ല, ഞാൻ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയായിരുന്നു. എന്ത് വ്യത്യാസം? അല്ലെങ്കിലും എല്ലാ മനുഷ്യരെയും ഒരേ അച്ചിലിട്ട് വാർക്കുന്നതല്ലോ. മുകുന്ദൻ പാവം, നല്ല കുട്ടി. അപ്പൊ വിശ്വം മോശമാണെന്നാ എന്ന് ഞാൻ പറഞ്ഞോ? അല്ല പിന്നെ. മുകുന്ദകൃഷ്ണൻ കർത്ത അകത്തുണ്ടോ? പേര് വല്ലാതെ നീണ്ടുപോയി അല്ലേ? കുഴപ്പമില്ല. പിന്നെ റേഷൻ കാർഡിന് കണക്കെടുക്കാൻ ആള് വന്നിരുന്നു. എന്നിട്ട് പേര് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അയ്യേ, ഇതെന്താ തുണികളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഒക്കെ മുഷിഞ്ഞിരിക്കുന്നല്ലോ. നേരം കിട്ടുന്നില്ല. പെർമനന്റ് ആയതുകൊണ്ട് ഫുൾ ടൈം പണിയാ ഓഫീസില്. എന്നാ പിന്നെ ലോണ്ടറി കൊടുത്തൂടെ? ഇപ്പൊ പിന്നെ ബോണസും ടിഎ ഡിഎ ഒക്കെ കിട്ടുന്നതല്ലേ? തമാശയല്ല, ഉള്ളതാ. ഞാനും തമാശ പറഞ്ഞല്ല.
ലോണ്ടറിയിൽ ഞാൻ കൊടുക്കാം. എനിക്ക് ഇനിയും പറയാതിരുന്നാൽ സത്യം പറയാലോ, എനിക്ക് സുമിത്രയോട് പ്രേമമാണ്, സ്നേഹമാണ്. ഒരു കത്ത് തരണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എനിക്കും കല്യാണപ്രായം, സുമിത്രയ്ക്കും കല്യാണപ്രായം. അത് സുമിത്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ? എഞ്ചിനീയറും മാങ്ങാത്തോലി ഔസേപ്പർ കള്ളനാടാ. അവൻ പറയുന്നത് നീ വിശ്വസിക്കുന്നു? ഔസേപ്പ് പറഞ്ഞിട്ടാ അത്രേ പൈപ്പ് വന്നത്. അതിരിക്കട്ടെ, നിനക്ക് എന്ന് മുതലാ ടെന്നീസിലൊക്കെ കമ്പം കയറിയത്? അയ്യോ, കമ്പം ഉണ്ടായിട്ടൊന്നും അല്ല. ഞങ്ങളുടെ MD ഒരു ടെന്നീസ് ഭ്രാന്തര. ഏതോ ഒരു തുക്കട ടൂർണമെന്റിലെ പുള്ളി ഇന്ന് കളിക്കുന്നു. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫും കളി കാണാൻ ചെന്നില്ലെങ്കിൽ MD പിണങ്ങും. കഴിഞ്ഞ പ്രാവശ്യം കളി കാണാൻ ചെന്നില്ല എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് മാനേജറെ പിരിച്ചുവിട്ട പാർട്ടിയാ പുള്ളി. നിന്റെ MDയുടെ പേരെന്തുവാ? CP മേനോൻ. ഇവാൻ ലണ്ടൻ, ബോറിസ് ബക്കർ, മാസ്റ്റേഴ്സ് புக்கு வேணுமா வேண்டாமா? இல்ல, ஒரு விஷயம் பார்த்துட்டு வாங்கலாம்னு நினைச்சு അങ്ങനെ அப்படி അങ്ങനെ. ரொம்ப நேரமா பாத்துக்கிட்டு இருக்கேன், காசு கொடுக்காம படிச்சிட்டே இருக்கறியே. ஆமா தெரியும், இந்த மாஸ்டர்ஸ் டூர்னமெண்ட் பத்தி எனக்கு ஒரு விஷயம். போயா காலம் காட்டாத சனிய மாதிரி. அட போயா. ഗുണശീലം നാരായണൻ മേലൂർ ജില്ല. It was a wonderful shot. ഉഗ്രൻ. താങ്ക് യു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ താങ്കളുടെ ഒരു ഫാനാണ്. ഐ സി. പക്ഷെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ 1-2 വർഷമായി വിദേശത്തൊക്കെ ആയിരുന്നു. അതിനു മുൻപ് ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. സാറിന്റെ കളി കണ്ട് അതിശയിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. മാത്രമല്ല, ഞാൻ ഈ ക്ലബ്ബിൽ മെമ്പറായിട്ട് 6 മാസമേ ആയുള്ളൂ. ആയിരിക്കാം. അപ്പോ 2 വർഷം മുമ്പ് ഞാൻ സാറിന്റെ കളി കണ്ടിട്ടുള്ളത് ഇവിടെ വെച്ചായിരുന്നു. YMCA? എക്സാക്ട്ലി. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, സാറിന്റെ ആ സ്പെഷ്യൽ ബാക്ക് കോർട്ട് സ്മാഷ് ഉണ്ടല്ലോ, മുഖസ്തുതിയല്ല, ഇവാൻ ലണ്ടലിന്റെ തനി പകർപ്പാ. താങ്ക് യു. യുവർ ഗുഡ് നെയിം? ഐ ആം വിശ്വനാഥ്. ഞാൻ എന്നും ടെന്നീസിന്റെ ഒരു ആരാധകനായിരുന്നു. ജപ്പാനിലായിരുന്നപ്പോ വോൾവോ ടൂർണമെന്റിൽ വെച്ചാണ് ലണ്ടലിനെയും മെക്കൻറോയെയും ഞാൻ ആദ്യം കാണുന്നത്. ബോറിസ് ബക്കറിന് കൺസിസ്റ്റൻസി ഇല്ല, പാറ്റ് കാഷ് ഒരു ഫ്ലൂക്കാണ്. യു സെഡ് ഇറ്റ്. ഞാൻ സാറിന്റെയും ടെന്നീസിന്റെയും ഫാനാ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല. സത്യം പറയാലോ, ഇന്ത്യയിലെ ആളുകളെയും ഇവിടുത്തെ സാധനങ്ങളെയും നമ്മുടെ ആളുകൾക്ക് മതിപ്പില്ല. ലോകത്തിലെ എല്ലാ മാർക്കറ്റുകളിലും ഇന്ത്യൻ സാധനങ്ങളൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിയും. യെസ്, ഐ നോ. ഞാൻ പല വിദേശ രാജ്യങ്ങളിലും കറങ്ങിയിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. സാർ നോക്കണം, ഇതൊരു ഇന്ത്യൻ സാധനമാ. ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു ഷൂ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. മൊണിക്ക ഷൂസ്. ഞാൻ ജപ്പാനിലെ മിഹോ ഒഹാമയിൽ ഷൂ കമ്പനി മാനേജരായിരുന്നു. അവരുടെ ഷൂ ഇത്രയും വരില്ല. ആരാണ് സർ ഈ മൊണിക്ക ഷൂസിന്റെ ആളുകൾ? എന്തോ അതിരിക്കട്ടെ. ജപ്പാനിലെ മിഹോ ഒഹാമ. ഒഹാമെന്ന് വിട്ടോ? വിട്ടു. എസ്റ്റേറ്റ് നോക്കണമെന്ന് പറഞ്ഞ അച്ഛൻ ഭയങ്കര നിർബന്ധം. മിഹോക്കാര് കരഞ്ഞുകൊണ്ടാ യാത്ര അയച്ചത്. കമ്പനിയെ ഞാൻ അത്രമാത്രം ഉയർത്തി വിട്ടതാണേ. എസ്റ്റേറ്റ് മടുക്കുമ്പോ ഒരു ഷൂ കമ്പനി ആരംഭിക്കണമെന്നുണ്ട്. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ വെറുതെ ഇരിപ്പാണേ. ഓഹോ, അദ്ദേഹം ഇമ്പോർട്ട് ചെയ്യാറില്ലേ? അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് പോയി. എനിവേ, നൈസ് മീറ്റിംഗ് യു. മിസ്റ്റർ വിശ്വനാഥ്, ഇനി ഞാൻ സത്യം പറയാം. മൊണിക്ക ഷൂസിന്റെ പ്രൊപ്പറേറ്ററാണ് ഞാൻ. ഈസ് ഇറ്റ്? യെസ്. നിങ്ങൾ എന്റെ ഒരു ഫാൻ ആണല്ലോ. യെസ്. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് പരിഗണിക്കണം. തീർച്ചയായും. താങ്കൾ എന്റെ കമ്പനിയെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? കുറച്ചു കാലത്തേക്ക് എന്റെ കമ്പനി മിസ്റ്റർ വിശ്വനാഥൻ മാനേജ് ചെയ്യണം. അത് എസ്റ്റേറ്റ് അച്ഛൻ. നോ നോ, പ്രോമിസ് ഈസ് എ പ്രോമിസ്. യെസ്. സി, യു ആർ എ ഫാൻ ഓഫ് മൈൻ. ആ ഇമ്പോർട്ട് ലൈസൻസ് എനിക്ക് വാങ്ങിത്തരണം.
ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു, അല്ല നമ്മൾ രക്ഷപ്പെട്ടു. അത് ലൈസൻസ് വാങ്ങിച്ചു തരാം, പക്ഷേ ജോലി നോ,